വെൽക്കം ബാക്ക് ടു സൈബർ ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, എല്ലാ ആൾക്കാർക്കും ഉഷാറാണ്, അടിപൊളിയാണ് എന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, നമുക്കറിയാം നമുക്കിനി കുറഞ്ഞ ദിവസങ്ങൾ കൂടി മാത്രമാണ് മെയിൻ എക്സാമിലേക്കുള്ളത്. സോ എല്ലാ ആൾക്കാരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, 8ാം ക്ലാസ്സിലേക്കാണ് അടുത്ത് നമ്മൾ പോകാനുള്ളത്, ഹൈസ്കൂളിലേക്കാണ്. മിക്കവാറും പല ആളുകളും ഇതേപോലെ തന്നെ സ്കൂളുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു സമയം കൂടി ആയിരിക്കാം ഈ ഒരു 8ാം ക്ലാസ് എന്ന് വിചാരിക്കുന്നു. സോ കൃത്യമായിട്ടുള്ള ഒരു പഠനം നമുക്ക് 7ാം ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നടത്തണം. കാരണം 8ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ തന്നെ ഒരു മാർക്കൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഒരുപാട് ആളുകൾ തോറ്റിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു 8ാം ക്ലാസ്. സോ 7ാം ക്ലാസ്സിനകത്ത് പഠിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ മാത്രമേ 8ാം ക്ലാസ്സിനകത്ത് നല്ല രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, മാർക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഞാൻ ഇന്ന് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടാണ് എന്ത് ചെയ്തത് എത്തിയിട്ടുള്ളത്. സോ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, 8ാം ക്ലാസ്സിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒരു കിഡിലൻ ബാച്ച് ഉണ്ട്. അത് മറ്റൊന്നുമല്ല, യോധ ബാച്ച് ആണ്. സോ യോധ ബാച്ചിനകത്ത് ഇപ്പോൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 9995400800 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്ത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തേ കേട്ടോ. ഇതാണ് നമ്പർ, നിങ്ങൾ ജസ്റ്റ് ആ നമ്പർ എന്ത് ചെയ്തോ, നോട്ട് ചെയ്ത് വെച്ചോ. 9995400800. റെഡി, നമുക്ക് ഓരോന്നും നോക്കാം. യെസ്, ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, അവർ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് എന്താണ് നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ടത്? മകളുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്ക്, ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് എത്തുന്നത്? അപ്പൊ നമുക്ക് നോക്കാം, അന്തരീക്ഷത്തിനകത്ത് എന്തുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പൊടിപടലങ്ങളുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് എത്തുന്നത്? പ്രധാനപ്പെട്ട 3 രീതികളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ ഏതാണ് നോക്ക് മക്കളെ, ലിഫ്റ്റഡ് ഫ്രം ദ എർത്ത് ബൈ വിൻഡ് ആണ്. ഒന്നാമത്തത് വരുന്നത് എങ്ങനെയാണ് മക്കളെ? വിൻഡ് അല്ലെങ്കിൽ കാറ്റിലൂടെയാണ്. ത്രൂ വിൻഡ് അല്ലെങ്കിൽ കാറ്റിലൂടെയാണ്. ഒന്നാമത്തത് കാറ്റിലൂടെയാണ്. കാറ്റിലൂടെ പൊടിപടലങ്ങൾ എത്തുന്നുണ്ടോ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ, ഉണ്ടോ എന്ന് നോക്കാം. ദാ കുഞ്ഞുങ്ങളെ നോക്ക്, ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ പൊടി പറക്കുന്നുണ്ട് ഇല്ലേ? നമ്മുടെ വീട്ടിനകത്തൊക്കെ നിങ്ങൾക്കറിയാലോ, ഈ റോഡിൻ്റെ ഒക്കെ സൈഡിലൊക്കെ ആകുന്ന സമയത്തൊക്കെ ഭയങ്കര പൊടികൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലേ? നമുക്കറിയുന്നതാണ് ഇല്ലേ? അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മരുഭൂമിയാണെന്ന് വിചാരിക്കുക. ആ മരുഭൂമിക്കകത്ത് ഒരു കാറ്റങ്ങ് വീശുന്ന സമയത്ത് ഒരുപാട് പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിൽ എത്തുന്നുണ്ട്. മരുഭൂമി വേണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ കാറ്റിലൂടെ പൊടിപടലങ്ങൾ എത്തുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ പോയിന്റ് മക്കൾ ശ്രദ്ധിച്ചോ, ത്രൂ ദ വോൾക്കാനിക് ഇറപ്ഷൻസ് ആണ്, കമ്മിങ് ഔട്ട് ഡ്യൂറിങ് ദ വോൾക്കാനിക് ഇറപ്ഷൻസ്. രണ്ടാമത്തത് മക്കളെ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെയാണ്. അഗ്നിപർവ്വതങ്ങളിലൂടെ എങ്ങനെയാണ്? അഗ്നിപർവ്വതങ്ങളിലൂടെ, കാരണം അഗ്നിപർവ്വതത്തിലൂടെ മാഗ്മയല്ലേ പുറത്തേക്ക് വരുന്നത് മക്കളെ. അഗ്നിപർവ്വതത്തിലൂടെ മാഗ്മ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാഗ്മ പുറത്തേക്ക് വന്ന് ലാവയായിട്ട് മാത്രമല്ല വരുന്നത്, അത് കൂടാതെ ചില പൊടിപടലങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ വേണ്ടി പറ്റും. മക്കൾ ശ്രദ്ധിക്കണം, ഇതേപോലെ തന്നെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു. നമ്മുടെ അറിവ് എന്താണ്? ഈ ലാവ പുറത്തേക്ക് വരുന്നു. ലാവ മാത്രമല്ല കണ്ടോ, ഇതിന്റെ മുകൾ ഭാഗത്ത് നിങ്ങൾ കാണുന്നില്ലേ, അത് പൊടിപടലങ്ങളാണ്. കാരണം ഇത് ഒരു പർവ്വതല്ലേ, ആ പർവ്വതം പൊട്ടിത്തെറിക്കുക, അതായത് ഇതൊക്കെ പാറകളായിരിക്കല്ലോ. അപ്പൊ ആ പാറ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ പുറമേക്ക് ചാടും, പാറയുടെ കഷ്ണങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പാറ പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ ഭയങ്കരമായ പൊടിപടലങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ പൊടിപടലങ്ങളാണ് കണ്ടോ, ഭയങ്കരമായ പൊടിപടലങ്ങൾ ഉണ്ടാവും. അതേപോലെ നീരാവി സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തുണ്ടാവുന്നുണ്ട്, ഈ പറഞ്ഞ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇത് രണ്ടാമത്തെ പോയിന്റ്, അഗ്നിപർവ്വതങ്ങളിലൂടെ. ഓക്കെ, റെഡി. ഇനി മൂന്നാമത്തെ മക്കളെ ശ്രദ്ധിച്ചോ, എന്താണ്? ആഷ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ബേണിംഗ് ഓഫ് മീറ്റേഴ്സ് ആണ് മക്കളെ. മൂന്നാമത്തത് ഉൽക്കകൾ കത്തുന്നതിലൂടെ. മൂന്നാമത്തെ എന്താണ്? ഉൽക്കകൾ കത്തുക. മക്കളെ, നമുക്കറിയാം ഭൂമിയിലേക്ക് ഇതേപോലെ തന്നെ പതിക്കുന്ന തീ ഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, ഉൽക്ക എന്ന് പറയുന്നത് അല്ലേ? ഉൽക്ക അല്ലെങ്കിൽ മേറ്റേഴ്സ് എന്ന് പറയുന്നത് മക്കളെ. ഇത് ഇതേപോലെ തന്നെ ഭൂമിയിൽ പ്രത്യേകിച്ച് ബെസോസ്ഫിയറിലൊക്കെ തന്നെ ആ ഭാഗത്തൊക്കെ എത്തുന്ന സമയത്ത് ഇതെന്തുന്നുണ്ട്, പതുക്കെ തണുക്കുന്നുണ്ട് അല്ലേ? പതുക്കെ അത് കത്തി ചാരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ആലോചിച്ച് നോക്കൂ, ഇത് കത്തിച്ചാരമാകുമ്പോൾ അതിൻ്റെ പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷത്തിനകത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്ക് 3 രീതിയിലേക്ക് എങ്ങനെയൊക്കെ മക്കളെ, വിൻഡ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, മീറ്റേഴ്സ് ബേൺ ചെയ്യുന്നതിലൂടെ, ഈ കാറ്റിലൂടെ, അഗ്നിപർവ്വതങ്ങളിലൂടെ, ഉൽക്കകൾ കത്തുന്നതിലൂടെ, ഇതിലൂടെയൊക്കെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഈ പറഞ്ഞ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, അന്തരീക്ഷത്തിൽ എങ്ങനെ പൊടിപടലങ്ങൾ എത്തുന്നു, അല്ലെങ്കിൽ ഹൗ ഡസ്റ്റ് പാർട്ടിക്കിൾസ് റീച്ച് ദ അറ്റ്മോസ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പോയിന്റുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോളാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്, റെഡി. അങ്ങനെയാണെങ്കിൽ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, ഞാനൊരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്, വാട്ട് ആക്ടിവിറ്റീസ് കോസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, ലിസ്റ്റ് ഔട്ട്. അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം, പട്ടികപ്പെടുത്തുക. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെല്ലാം. മക്കളെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റുകൾ തന്നെ മാത്രമല്ല, അല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിന്റുകളൊക്കെ എഴുതാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. മക്കളെ, പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു 6 കാരണങ്ങളുണ്ട്. അതിലൊന്ന് നോക്ക്, ഈ പറയുന്ന ഫാക്ടറീസ് എമിക് ടോക്സിക് ഫ്യൂംസ് ആണല്ലേ. ഫാക്ടറികൾ എന്ത് ചെയ്യുന്നുണ്ട്, വിഷപ്പുക പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഫാക്ടറികളിലൂടെ ഇതുപോലെ തന്നെ എന്താണ് വിഷപ്പുക ഇതേപോലെ തന്നെ പുറന്തള്ളുന്നു. ഇതാണ് ഒന്നാമത്തെ റീസൺ. ഇത് ഫസ്റ്റ് വൺ ആണ്. ഒന്നാമത്തത് ഇതാണ് കേട്ടോ. ഓക്കെ, റെഡി സെറ്റ്. ഇനി രണ്ടാമത്തെ നോക്ക് മക്കളെ. രണ്ടാമത് എമിക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം മോട്ടോർ വെഹിക്കിൾസ് അല്ലേ മക്കളെ. ഈ വാഹനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പുക പുറത്ത് തള്ളുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന വാഹനങ്ങളിൽ നിന്നും പുക ഇതുപോലെ തന്നെ പുറത്ത് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ടാവും. അതാണ് ഇത് രണ്ടാമത്തെ അല്ലേ. അപ്പോൾ ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത്തതാണ് കേട്ടോ. ഈ പറയുന്ന മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടാമത്തതാണ്. അത് പുറന്തള്ളുന്നത് രണ്ടാമത്തതാണ്. മൂന്നാമത്തത് ബേണിംഗ് ദ പ്ലാസ്റ്റിക്സ് ആണ്. മൂന്നാമത്തത് ബേണിംഗ് ദ പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നതാണ്. മക്കളെ നിങ്ങൾ നോക്ക്, ഇതേപോലെ തന്നെ ചില സ്ഥലത്ത് പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുന്നുണ്ട്. അതും അന്തരീക്ഷ മലിനീകരണത്തിന് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻസിന് കാരണമാകുന്നുണ്ട് അല്ലേ, അറിയാമല്ലോ. പിന്നെ അടുത്തത് നിങ്ങൾ നോക്കിയോ മക്കളെ. അടുത്തത് എന്താണ് മക്കളെ, ബേണിംഗ് ഹെയർ സ്ട്രോ. ഇതുപോലെ തന്നെ വൈക്കോൽ കത്തിക്കുന്നത് അതും ഒരു കാരണമാണ് മക്കളെ. വൈക്കോൽ കത്തിക്കുന്നത് എങ്ങനെയാണ് കാരണം, നിങ്ങൾ നോക്ക്. ഇതേപോലെ തന്നെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അല്ലേ ഈ പറയുന്ന കർഷകരായിട്ടുള്ള ആൾക്കാർ അവിടുത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാപകമായിട്ട് ഇതെന്ത് ചെയ്യും, വൈക്കോൽ ഇതുപോലെ തന്നെ ഇട്ട് കത്തിക്കും അല്ലേ. ആ പാടത്ത് തന്നെ ഇട്ട് കത്തിക്കും. അവർ ചെയ്യുന്നത് അവർക്ക് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് എന്താണ്, ഇതുപോലെ തന്നെ വളം സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ പുക ഈ ഡൽഹി അടക്കമുള്ള വലിയ വലിയ നഗരങ്ങളിലേക്ക് എത്തുകയും ഡൽഹിയിലൊക്കെ തന്നെ ഭയങ്കരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ ഒക്കെ വരികയും ഡൽഹിയിലൊക്കെ ചില സമയങ്ങളിൽ സ്കൂളുകളൊക്കെ തന്നെ ഒരു ദിവസങ്ങളോളം അടച്ചിടേണ്ട സിറ്റുവേഷൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൽഹിക്കകത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡൽഹിക്കകത്ത് ഇത്തരത്തിലേക്കുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയാണ് അല്ലേ. അടുത്ത് നോക്കുക മക്കളെ, ഫയർ ക്രാക്കിംഗ് ആണ് അല്ലേ, അല്ലെങ്കിൽ പടക്കം പൊട്ടിക്കുന്നതിലൂടെ. യെസ്, പടക്കം പൊട്ടിക്കുന്നതിലൂടെ ഇതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്, ഉറപ്പല്ലേ. നമുക്കറിയാം പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ല് ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെതായിട്ടുള്ള പൊടിപടലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതും എന്ത് തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ മക്കളെ നിങ്ങൾ നോക്കിയോളൂ. അഗ്നിപർവ്വതങ്ങളിലൂടെ, വോൾക്കാനിക് ഇറപ്ഷൻസിലൂടെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ നമുക്കറിയുന്നതാണ് ഈ പറഞ്ഞ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷൻ, അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. സോ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ കേട്ടോ. ഓർത്തു വെച്ചോളം ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നും എന്ത് ചെയ്തു പറഞ്ഞു തന്നു. ഓർത്തു വെച്ചോ, ഇത് കോമൺ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കുറേ പോയിന്റുകൾ, ഇത് മാത്രമല്ല വേറെയും പോയിന്റുകളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ. സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഞാൻ പറയുന്നത് ഒറ്റ കാര്യം കൂടി പറയട്ടെ മക്കളെ. ഇനി ഇതുവരെ ട്യൂഷനൊന്നും ചേരാത്ത ആൾക്കാർ, ഇതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് NMMS വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ 48,000 രൂപയുടെ സ്കോളർഷിപ്പ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോ നിങ്ങൾക്കുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ് 8ാം ക്ലാസ്സിനകത്തുള്ള സൈലത്തിൻ്റെ ഏറ്റവും കിടിലൻ ബാച്ചായിട്ടുള്ള യോധ ബാച്ച്. സോ യോധ ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മക്കളെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു നോക്കുക. ഇതേപോലെ തന്നെ സൈലത്തിൻ്റെ അവഞ്ചേഴ്സ് ബാച്ചിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടാവും, യോധയിലുണ്ടായ ആൾക്കാർ. ആ യോധയിലുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കുക എങ്ങനെയാണ് ക്ലാസ്സുകൾ എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. ഒരുപാട് ഫീച്ചേഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് യോധയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ ഒരു നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സോ എവരിവൺ, ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. കാണാം. ബൈ.